വിഷു കഴിഞ്ഞ് അടുത്ത ഓണാവാനായി. എന്നാലും വിഷുവിന് റെഡിയായ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യില്. അതൊന്ന് കണ്ടാലോ? ഇപ്പൊ സാരി എടുക്കാൻ എനിക്ക് കുറച്ച് ഇഷ്ടാ. എന്നാ പിന്നെ ഇന്നൊരു സാരി ആയാലോ? ഒരു സെറ്റ് സാരി ഒന്നും അല്ലാട്ടോ. ഈ താമര എങ്ങനെയുണ്ട്? വിഷുവും താമരയും തമ്മിലുള്ള ബന്ധം ചോദിക്കരുത്, എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടു, ചെയ്തു. ഇനി നമുക്ക് മുഖത്തടിക്കാനുള്ള 1-2 ലെയർ അടിക്കാം. ഇവരുടെയൊക്കെ ഇടയിൽ പിടിച്ചു നിൽക്കണ്ടേ? ഈ തവണ മേക്കപ്പ് ബ്രഷ് എടുക്കാൻ മറന്നതുകൊണ്ട് ഈ മേക്കപ്പ് മൊത്തം എന്റെ ഈ കൈകൾ വെച്ചിട്ടാണ്. അല്ലെങ്കിലും ശരിക്കും മേക്കപ്പ് ബ്രഷിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് ചുമ്മാ. ഇതാണ് ആമി, എന്റെ കസിനാണേ. എന്റെ ഒരു മിനിയേച്ചർ വേർഷനാന്ന് എല്ലാരും പറയാറുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നണേ? തൽക്കാലം ഡയലോഗടി നിർത്തി നമുക്കൊരു പൊട്ടും വെച്ച് മേക്കപ്പ് അവസാനിപ്പിക്കാം. എന്തോ ഒരു മിസ്സിംഗ് ഇല്ലേ? അയ്യോ, നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ അൽക്ക, അവള് കോസ്മെറ്റിക്സിൽ എപ്പോഴും പറയുന്ന ഒരു ബ്രാൻഡാണ് സ്വിസ് ബ്യൂട്ടി സെലക്ട്. ഈ തവണ നാട്ടിലെത്തിയപ്പോ സ്വിസ് ബ്യൂട്ടി സെലക്ട് അവരുടെ 3 ഷെയ്ഡ് ക്രം ടച്ച് ലിപ്സ്റ്റിക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അവരുടെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ബാം. നല്ല സ്മൂത്ത് ആയിരുന്നു. ആൻഡ് സിംഗിൾ അപ്ലിക്കേഷനിൽ നല്ല കളറും കിട്ടുന്നുണ്ടായിരുന്നു. ഈ പിങ്ക് ഷെയ്ഡിൽ എനിക്ക് ആരോ കൈവശം തന്നതുകൊണ്ട് ഇതും പിങ്കിന്റെ തന്നെ ഒരു ഷെയ്ഡാണ്. ഈ ഒരു സാരി എടുക്കൽ എന്റെയും അമ്മയുടെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എന്റെ മുഖത്ത് ആ സന്തോഷം നോക്കൂ, ഒരടി പോലും നമ്മൾ ഉണ്ടാക്കിയില്ല. ഈ അച്ചീവ്മെന്റ് നമ്മുടെ 2 പേരെ റെസ്യൂമിൽ വേണമെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഒരു വലിയ മാലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി റെഡി. അയ്യോ, മുടി. ഈ റെഡി ആവുന്നതിൽ ഏറ്റവും കഷ്ടപ്പാട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മുടീനെ പറഞ്ഞ് മനസ്സിലാക്കാനാ. തെക്ക് എന്ന് പറഞ്ഞാൽ വടക്കിക്ക ഒരനുസരണയില്ല. പിന്നെ കുറച്ച് ചുരുട്ടിയും മടക്കിയും കെട്ടി വെച്ചൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയും റെഡി ചെയ്തല്ലേ, 4 ഫോട്ടോ എടുക്കാൻ എങ്ങനെയല്ലേ?